കുറച്ചുനാൾ മുൻപ് വരെ വളരെ സമാധാനത്തോടെ ജീവിച്ചവരാണ് നമ്മൾ മലയാളികൾ. രാത്രിയും പകലും സ്വൈര്യമായി പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ് സ്ഥിതി? ക്രിമിനൽ സംഘങ്ങളെ പേടിക്കാതെ പുറത്തിറങ്ങാൻ സാധിക്കില്ല. പിടിച്ചുപറിയും കൊള്ളയും തട്ടിക്കൊണ്ടുപോകലുമൊക്കെ നിത്യസംഭവം. പാലക്കാട് കഞ്ചിക്കോട് വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ച കേസ് ഞെട്ടലോടെയാണ് കേട്ടത്. കഞ്ചിക്കോട് സ്വദേശി ബിനുവിനെ തട്ടിക്കൊണ്ടുപോയി 15 ലക്ഷം രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ആക്രമിച്ചെന്ന് പരാതി. പിന്നീട് സാഹസികമായി രക്ഷപ്പെട്ട ബിനുവിന് ഇപ്പോഴും ആ നടുക്കം വിട്ടുമാറിയിട്ടില്ല. പ്രതികൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മെയ് 28 രാത്രിയാണ് അകത്തേത്തറയിൽ വെച്ച് 5-അംഗ സംഘം കാറിലെത്തി 47-കാരൻ ബിനുവിനെ തട്ടിക്കൊണ്ടുപോയത്. തുടർന്ന് ചാവടി ചിമ്മണാംപതിയിലെ ഒഴിഞ്ഞ പ്രദേശത്തെ വീട്ടിനുള്ളിലെത്തിച്ച് കെട്ടിയിട്ട് പണം ആവശ്യപ്പെട്ട് മർദ്ദിക്കുകയായിരുന്നുവെന്ന് ബിനു പറയുന്നു. ലോട്ടറി അടിച്ചതിൽ നിന്ന് 15 ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു മർദ്ദനം. ബിനുവിൻ്റെ ഉടമസ്ഥതയിലുള്ള 5 കാറുകൾ തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ ഒരാളുടെ പേരിലേക്ക് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. എവിടെയൊക്കെ തട്ടിക്കൊണ്ട് ചാവടിയിലേക്ക്? ചാവടിയില്ല, തല്ലിപ്പള്ളി പോലെ സ്ഥലം കൊണ്ട് അവിടെ തല്ലി പഴഞ്ഞു പോയി ചാവടി ഇട്ട് റൂമിട്ട് തല്ലിയത്. എന്തായിരുന്നു അവരുടെ ആവശ്യം? അവരുടെ ആവശ്യം പൈസ. എത്ര രൂപ വെച്ച്? 15 ലക്ഷം വേണം. ഇല്ലെങ്കിൽ നിന്റെ വണ്ടികൾ, ഇല്ലെങ്കിൽ എൻ്റെ വീട്, എന്തായാലും നിന്നെ വെറുതെ വിടാൻ പോകണം, നിന്നെ കൊല്ലും. നിന്റെ കേസ് കൊടുത്താലും ഞങ്ങൾ എന്തായാലും വെളിയിൽ വന്നാൽ നിന്നെ കൊല്ലും. ഈ കിരൺ ബന്ധുവാണ്? ബന്ധുവാണ്. കൊല്ലും, നിന്നെ കൊല്ലും. അപ്പം വീട് എനിക്ക് കൊണ്ടാ. എങ്ങനെ രക്ഷപ്പെട്ടവിടുന്നു? അവരുടെ ഇത് തല്ലിയിട്ട് ഒരു 10 മിനിറ്റ് സമയം തന്നു. ആരും വെച്ച് പറയാൻ പോകും. അതിന് അടുത്തൊരു ജല്ലുണ്ടായിരുന്നു. ഞാൻ ജല്ലിൽ കൂടി ചാടി ഓടി, കാട്ടിൻ്റെ കൂടെ ഓടി. അടുത്തൊരു 1.5 കിലോമീറ്റർ കമ്പനി ഉണ്ടായിരുന്നു. നേരെ കമ്പനി കത്തി അയാളോട് പറഞ്ഞു. അത് നേരെ ചാവടി പോലീസിൽ വന്നു. മെയ് 30 തട്ടിക്കൊണ്ടുപോകൽ സംഘം പുറത്തു പോയപ്പോൾ ബിനു സാഹസികമായി ഇറങ്ങിയോടി രക്ഷപ്പെടുകയായിരുന്നു. ചാവടിയിൽ ഒരു കമ്പനിയിലേക്ക് ഓടിക്കയറിയ ബിനുവിനെ നാട്ടുകാർ ചേർന്നാണ് പോലീസിന്റെ സഹായത്തോടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. കാലിനും കഴുത്തിനും പരിക്കേറ്റ ബിനു ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ ഹേമാംബിക നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.